ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ്. അപ്പോൾ വിഷ്ണുശാലിനിയുടെ നമ്മുടെ വിഷ്ണുവിന് നല്ല പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ ശാലിനി ഇതറിയുമ്പോൾ സ്കൂളിൽ വെച്ച് നമ്മുടെ പപ്പിക്കുട്ടിയാണ് ശാലിനി അറിയിക്കുന്നത്. അപ്പോൾ ശാലിനിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമാവുന്നുണ്ട്. ശാലിനി ശ്യാമയെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് ഹോസ്പിറ്റലിൽ എന്തായാലും വിഷ്ണുവിനെ കാണണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിദ്യാ ഡോക്ടറെ കണ്ടു. വിദ്യാ ഡോക്ടറോട് നമ്മുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിഷ്ണുവേട്ടനെ ഒന്ന് കാണണം, അപ്പോൾ സത്യാമ്മയെ ഒന്ന് മാറ്റിത്തരാമെന്നും പറഞ്ഞ് നമ്മുടെ വിദ്യാ ഡോക്ടർ സത്യാമ്മയെ വിളിച്ച് BP ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ആ സമയം കൊണ്ട് സത്യാമ്മയോട് സംസാരിക്കുന്ന സമയം കൊണ്ട് തന്നെ ശാലിനി പതുക്കെ സത്യാമ്മ കാണാതെ വിഷ്ണു കിടക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ റൂമിലേക്ക് കയറുന്നു. അവിടെ വിഷ്ണുവിനെ കാണുന്നുണ്ട്. വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ ശാലിനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. വിഷ്ണുവിനെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് കുറേ സമയം വിഷ്ണു ഒത്ത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചും ശാലിനിയുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചും വിഷ്ണു ഏട്ടാ ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്നൊക്കെ പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സമയം അത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിദ്യാ ഡോക്ടർ നമ്മുടെ സത്യാമ്മയുടെ BP ഒക്കെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സത്യാമ്മയെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ സത്യാമ്മ പറയുന്നുണ്ടാവും എനിക്ക് വേറൊന്നും ഇല്ലല്ലോ, എനിക്കിപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻസൊന്നും ഇല്ല ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ശാലിനിയെ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഒന്ന് കണ്ണടച്ച്, പനി കൂടുതലായതുകൊണ്ട് കണ്ണടച്ച് കിടക്കുക. അപ്പോൾ അന്നേരം ശാലിനി ഇങ്ങനെ അടുത്തൊക്കെ നിന്ന് വിഷ്ണു ഏട്ടാന്നൊക്കെ വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ശാലിനി പോകാനായിട്ട് എണീക്കുമ്പോൾ തന്നെ ശാലിനിയുടെ മാലയും വിഷ്ണുവിൻ്റെ മാലയായിട്ട് കോർക്കുകയാണ്. അങ്ങനെ അത് കോർത്തിട്ട് ശാലിനി ആ കോർക്കലിൻ്റെ കുരു കഴിക്കാൻ വേണ്ടി ശാലിനി അവിടെ കുറച്ച് നേരം നിൽപ്പുണ്ട്. അപ്പോൾ ശാലിനി തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് സത്യാമ്മയും അങ്ങനെ ആരെങ്കിലും കയറി വരുന്നുണ്ടോയെന്ന്. പിന്നെ വിഷ്ണുവിൻ്റെ ആ മാല പതുക്കെ കോർത്ത് എൻ്റെ ചുറ്റൊക്കെ എടുത്ത് ശാലിനി അത് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സത്യാമ്മ ഡോക്ടറെ അടുത്തിരിക്കുമ്പോൾ ഡോക്ടർക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യാമ്മ പറയുന്നുണ്ട് വേറെ കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോൾ വിഷ്ണു എന്താണോ എന്തോ, വിഷ്ണു ഒറ്റയ്ക്കേ ഉള്ളൂ, വിഷ്ണുവിന് കണ്ണ് തുറന്നിട്ട് എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്തോ എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി പകുതി വഴിക്ക് വരുമ്പോൾ സത്യാമ്മയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും സത്യാമ്മ ഫോണിലായിരിക്കും, അപ്പോൾ ശാലിനി എന്തായാലും കാണത്തില്ല എന്ന്. പക്ഷേ സത്യാമ്മ ഫോണെല്ലാം വെച്ചിട്ട് വീണ്ടും ചെന്ന് വിഷ്ണു കിടക്കുന്ന റൂമിൽ ശാലിനി ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം ഇങ്ങനെ പതുക്കെ വാതിൽ തുറക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാ ഡോക്ടർ വിളിക്കുന്നുണ്ട് സത്യാമ്മയെന്ന്. അങ്ങനെ സത്യാമ്മ പെട്ടെന്ന് നോക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫോൺ ചെയ്യുന്ന നേരത്തെ പെട്ടെന്ന് അങ്ങ് എണീറ്റ് പൊക്കളഞ്ഞല്ലേ, ഒന്ന് പൾസൂടെ നോക്കണമായിരുന്നല്ലോ, അതെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്നൊക്കെ ഈ ഡോക്ടർ ഇങ്ങനെ ശാലിനി പോകാൻ വേണ്ടിയാണ് നമ്മുടെ സത്യാമ്മയെ പിടിച്ചത് ഇങ്ങനെ നിർത്തുന്നത്. അന്നേരം നമ്മുടെ ശാലിനി മാലയുടെ കുരുക്കെല്ലാം അയച്ചിട്ട് പോകാനായിട്ട് തിരിയുമ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ ഒന്നുകൂടി നോക്കുന്നുണ്ട്. എന്നിട്ട് കാലിൻ്റെ പാദങ്ങളിൽ ചെന്ന് ഒന്ന് തൊട്ടിട്ട് അത് കണ്ണിൽ വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഴയ എപ്പിസോഡിലും ഇതുപോലെ തന്നെയാണ് വിഷ്ണു കിടക്കുമ്പോൾ ശാലിനി എന്ന് രാവിലെ കുളിച്ചിട്ട് വന്ന് കാലിലൊക്കെ തൊട്ട് വണങ്ങുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അത് ഓർക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കാലിലൊക്കെ തൊട്ടിട്ട് ശാലിനി പതുക്കെ പുറത്തേക്ക് നമ്മുടെ സത്യാമ്മ കാണാതെ ഇറങ്ങുകയാണ്. അങ്ങനെ സത്യാമ്മ കാണാതെ ഇങ്ങനെ പതുക്കെ ഇറങ്ങുമ്പോൾ വിദ്യാ ഡോക്ടർ കാണുന്നുണ്ട് ശാലിനി പോയതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് കണ്ണ് തുറന്ന് ശാലിനി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി നടന്നു പോകുന്നെങ്കിൽ അത് കേട്ട് ശാലിനി അവിടെ നിന്ന് ഭയങ്കര സങ്കടം കാണിക്കുകയാണ്. നല്ലതായിട്ട് ഒരു വിഷമം വരികയാണ് ശാലിനിക്ക്. അതുപോലെ തന്നെയാണ് സത്യാമ്മ അയ്യോ ഇത് വിഷ്ണു അല്ലേ എന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വിഷ്ണു ശാലിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5 വട്ടം വിളിക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ ഓടി ചെന്ന് വാതിലൊക്കെ തുറന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്ക് പറ്റിയത്, എന്ത് പറ്റി, നീ എനിക്ക് എന്താ പറ്റിയത്, നീ എന്താ സ്ഥലകാല ബോധമൊന്നും ഇല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറയുന്നത് പനി കൂടിയത് അതുകൊണ്ടാണ് ഓരോന്ന് തോന്നിയത്. അപ്പോൾ വിഷ്ണു പറയും അല്ല എനിക്ക് തോന്നിയതല്ല, ഇവിടെ ശാലിനി വന്നു, എൻ്റെ കാൽക്കൽ തൊട്ടു, ശാലിനി ഉണ്ട് ഇവിടെ, ശാലിനി എവിടെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്യാമ നമ്മുടെ പപ്പിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. അങ്ങനെ ആഹാരമൊക്കെ കൈകൊണ്ട് വാരി കൊടുക്കുകയാണ്. അന്നേരം പപ്പി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യക്കുട്ടി പപ്പിയെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ സത്യ വിളിക്കുമ്പോൾ തന്നെ പപ്പി ഫോൺ എടുത്തിട്ട് ഇത് സത്യയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് പറയൂ സത്യ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം, നീ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സത്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം പറയുന്നുണ്ട് വിളിക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ ആഹാരം കഴിച്ചിട്ട് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചതാണെന്നൊക്കെ നമ്മുടെ പപ്പിക്കുട്ടിയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യ പറയുന്നുണ്ട് നിൻ്റെ വല്യേച്ചന് പനി കുറവുണ്ടോയെന്ന്. അന്നേരം
പപ്പി പറയുന്നുണ്ട് ആ പനിയൊക്കെ കുറവുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശാലിനി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശാലിനി വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും ആ കുട്ടിയാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ ശാലിനി ഒരു ഫോണിങ് താ മോളേന്ന്. അപ്പോഴും നമ്മുടെ സത്യക്കുട്ടി പറയുന്നുണ്ട് ഇതേ അമ്മ വന്നു, അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കുക, നീ നിൻ്റെ അമ്മയുടെ കയ്യിലും ഫോൺ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ശ്യാമയുടെ കയ്യിലും ശാലിനിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പം ശ്യാമ കിട്ടിയ ഉടനെ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞേച്ചി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടിക്ക് സംശയം, അതിനാ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്ന അമ്മയുടെ ചേച്ചിയാണോ, അമ്മ എന്നെ സത്യയുടെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പതുക്കെ ശാലിനി പറയുന്നു അമ്പലം എന്ന കാര്യം അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ ശാലിനി കണ്ട കാര്യമൊക്കെ ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ശ്യാമയ്ക്ക്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടല്ലോ അതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ നമ്മുടെ പപ്പിക്കുട്ടിയുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സംശയങ്ങളൊക്കെ ഒരുവിധം നമ്മുടെ ശ്യാമ തീർത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി ഇങ്ങനെ വിഷ്ണുവേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട് നോക്കിക്കോണേ ആഹാരത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ ആഹാരം നന്നായിട്ട് കൊടുക്കണേ, അതൊക്കെ ഞാൻ കൊടുത്തോളാം, പക്ഷെ കഴിക്കണ്ടേ, എന്നാലും ഞാൻ ആഹാരമൊക്കെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശാലിനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാലും എൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ ഇത്രയും സങ്കടത്തോടെയൊക്കെ കഴിയുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ട് ഇത്ര വർഷമായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാലിനി ചിന്തിക്കുകയാണ്. എന്നിട്ട് ആഹാരത്തിൽ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ പപ്പി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്യാമ ആഹാരവും കൊണ്ട് വരികയാണ്. അപ്പോൾ പപ്പി ചോദിക്കുന്നുണ്ട് ആർക്കാ അമ്മ ഈ ആഹാരം കൊണ്ട് കൊടുക്കുന്നതെന്ന്. അന്നേരം നമ്മുടെ ശ്യാമ പറയുന്നത് നിൻ്റെ വിഷ്ണുവച്ചനാണെന്ന്. ആ വിഷ്ണുവച്ചനാണെങ്കിൽ അത് ഞാൻ കൊണ്ട് കൊടുത്തോളാം. അയ്യോ മോളെ അത് വേണ്ട, അമ്മ കൊണ്ട് കൊടുക്കുക, ഒന്നും കഴിക്കാതിരിക്കുകയല്ലേ, താഴേക്ക് കഴിക്കാൻ വിളിച്ചപ്പോഴും വരുന്നില്ല, വിശപ്പില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും പനി മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ചുമ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആഹാരം ഞാൻ കൊണ്ടുവന്ന് മോളിൽ കൊടുക്കാം. ഇപ്പോൾ ജലദോഷങ്ങളും ഇങ്ങനെ പനിയുടെ കൂടെയുള്ള ജലദോഷങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ പപ്പിക്കുട്ടി പറയുന്നുണ്ട് വേണ്ട അമ്മേ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്യാമ അവരുടെ കയ്യിൽ നിന്ന് ആ പാത്രം ഇങ്ങനെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് മോളെ കളയാതെയൊക്കെ നല്ല രീതിയിൽ കൊണ്ട് കൊടുക്കണേ, മോള് മറിഞ്ഞൊന്നും വീഴല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മേ ഞാൻ വീഴത്തൊന്നുമില്ല, ഞാൻ നോക്കി എൻ്റെ വിഷ്ണുവച്ചന് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്യാമയുടെ കയ്യിൽ നിന്ന് അത് കഴിക്കാനുള്ള ഫുഡും വാങ്ങി നമ്മുടെ പപ്പിക്കുട്ടി മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്